ഇന്നത്തെ ഈ വീഡിയോ പച്ചമുളകിനെ കുറിച്ച്, അത് നല്ലവണ്ണം പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കൃഷിയാണ് പച്ചമുളക്. ഈ പച്ചമുളക് നട്ടതിന് ശേഷം ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണങ്ങൾ വരും, പിന്നെ നന്നായി കായ്ക്കില്ല, പൂക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് പച്ചമുളക് കൃഷി അങ്ങ് ഉപേക്ഷിച്ചിട്ട് വേറെ ഏതെങ്കിലും കൃഷിയിലോട്ട് തിരിയും. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആവശ്യത്തിന് വിളവ് പച്ചമുളക് ലഭിക്കുന്നില്ലാത്ത ചെടിയാണെങ്കിൽ നമ്മൾ 2 ഘട്ടങ്ങളായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഈ 2 ഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചമുളക് നന്നായിട്ട് കായ്ച്ചു വരും. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ചിരട്ട എടുക്കുക, അതിൽ പകുതി എല്ലുപൊടിയും പകുതി ചാണകപ്പൊടിയും എടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നതെങ്കിൽ ചെടിച്ചട്ടിക്ക് ചുറ്റുമുള്ള മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം അതിൽ ഇത് ചേർത്തൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത്, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ തറയിൽ ഇപ്പോൾ മണ്ണിലാണ് ഇട്ട് നടുന്നതെങ്കിൽ ഈ മണ്ണിനോട് ഇതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണൂടെ ഇട്ട് കൊടുത്ത്, പിന്നെ ഇത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് വേരിന് ക്ഷതമൊന്നും പറ്റരുത്. പിന്നെ ചെയ്യാനുള്ളത് ഒരു പഴത്തൊലി എടുക്കണം. എന്നിട്ട് അതിൽ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളിത് എടുത്ത് അരിഞ്ഞിടണം. എന്നിട്ട് ഒരു 2 സ്പൂൺ ചായപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രാണികളോ ഒന്നും കയറാത്ത രീതിയിൽ നമ്മളെടുത്ത് അത് മൂടി വയ്ക്കണം. ഒരു 6-7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം 2 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കണം. എന്നിട്ട് നമുക്ക് ചെടികളിൽ മൊത്തവും സ്പ്രേ ചെയ്ത് കൊടുക്കാം. മഴയുള്ള സമയത്ത് ഇത് ഒരിക്കലും ചെയ്യരുത്. മഴ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് അത്ര എഫക്റ്റീവ് അല്ല. അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കി സ്പ്രേ ചെയ്യണം. ഈ വളമൊക്കെ ചെയ്ത് സ്പ്രേയും ചെയ്ത് അതെല്ലാം കഴിഞ്ഞ ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ തന്നെ അതിൽ പൂവിടാനും പച്ചമുളക് കായ്ക്കാനും തുടങ്ങും. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ പുറത്തുനിന്ന് കടകളിലൊക്കെ ചെന്ന് വാങ്ങുമ്പോഴത്തേക്ക് നമുക്കതിൽ കീടനാശിനികളൊക്കെ അടിച്ച ഒരു പച്ചക്കറികളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ കഴുകിയിരുന്നാലും മുഴുവനായിട്ട് പോകണമെന്നില്ല. പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ നമുക്കൊക്കെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള പച്ചമുളക് അത് നമ്മൾ സ്വയം തന്നെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാര മാർഗമാകും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.